ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വചനം നമുക്ക് വായിക്കാം. യഹോവേ, നിൻ്റെ ശത്രുക്കളൊക്കെയും ഇവണ്ണം നശിക്കട്ടെ. അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ. പിന്നെ ദേശത്ത് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. നോക്കി, അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ശത്രുക്കളൊക്കെയും നശിച്ചു പോകും. പിന്നെ പറയുന്നത് അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ. പിന്നെ ദേശത്ത് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. അപ്പം ദൈവത്തെ സ്നേഹിച്ചാൽ സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ മനുഷ്യർ ആയിത്തീരുമെന്ന് വെച്ചാൽ വളരെ പ്രതാപത്തോടെ ജീവിക്കും എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നെ പറയുന്നത് അവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്തുവാണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് ജീവിക്കുമ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിത്തീരും. ഉദയസൂര്യനെ പോലെ പ്രതാപത്തോടെ ജീവിക്കുവാൻ കഴിയും, സ്വസ്ഥതയോടെ ജീവിക്കുവാൻ കഴിയും. ദൈവം തമ്പുരാൻ അതിനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.